അർജുൻ ആയെങ്കിൽ ഇന്ന് കേരള രാഷ്ട്രീയം വല്ലാണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മഹത്വ വ്യക്തി, മഹത്വം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നിരുന്നാൽ പോലും CPM സംബന്ധിച്ചുള്ള മഹത്വ വ്യക്തി എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക്. ഇന്ന് മുഖ്യധാര മാധ്യമങ്ങളെല്ലാവരും ചർച്ച ചെയ്യുന്നത് ഈ അർജുൻ ആയങ്കിയെ കുറിച്ചാണ്. കാരണം മറ്റൊന്നുമല്ല, ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ജാമ്യാപേക്ഷയെ ബന്ധപ്പെട്ട കോടതി അത് നിരപരാധികം തള്ളിക്കളയുന്നു, ആ ജാമ്യാപേക്ഷ നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ശേഷം അദ്ദേഹം CA ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വൈറലാവുന്നു. CA അദ്ദേഹത്തോട് പറയുന്നു പോലീസ് സ്റ്റേഷനിൽ വരണം, കോതമംഗലം CA. അപ്പം ഇത് വലിയ വിവാദമാകുന്നു. അപ്പോൾ അതിന് അദ്ദേഹം കൃത്യമായി മറുപടി കൊടുക്കുന്നു, പറ്റുമെങ്കിൽ നീ പിടിക്ക്, ജാമ്യം എടുത്തിട്ട് ഞാൻ വരുള്ളൂ, പറ്റുമെങ്കിൽ നീ പിടിക്കുന്നുള്ള പരസ്യമായി വെല്ലുവിളി എടുക്കുന്നു. അത് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ ചെയ്തതാണ്, എന്തുകൊണ്ടാണ് ഈ വെല്ലുവിളി എന്നുള്ളതും ഈ കാര്യങ്ങളെല്ലാം. പക്ഷേ അതിന് മറുപടിയായി ഇന്നലെ ചെന്നിത്തല ഒരു കാര്യം പറഞ്ഞു, എന്താ ഉണ്ടാവുക നിങ്ങൾ കണ്ടോളൂ എന്നുള്ള രീതിയിലാണ് ചെന്നിത്തല പറഞ്ഞത്. മാത്രമല്ല അതിന് മറുപടിയായി വീണ്ടും ഇന്നലെ രാത്രി ഈ പറഞ്ഞ പോലെ ആയെങ്കിൽ വീണ്ടും രംഗത്തെത്തി. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പരസ്യമായി പോസ്റ്റ് ഇടുന്നു, അദ്ദേഹം നിരപരാധിയാണ് എന്നുള്ളതും CI പ്രശാന്താണ് ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ കളിക്കും കാരണം എന്നുള്ളതും. ഇത് രമേശ് ചെന്നിത്തല വീണ്ടും അന്വേഷിച്ച് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ പ്രശാന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ രമേശ് ചെന്നിത്തലക്ക് വെല്ലുവിളിക്കുന്നു, തയ്യാറാണോ എന്നുള്ള രീതിയിൽ വെല്ലുവിളിക്കുന്നു. മാത്രമല്ല അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൊന്നാട അണിയിക്കും, മാത്രമല്ല ഒരു കിസ് ഫ്രീ ആയിട്ട് രമേശ് ചെന്നിത്തലക്ക് കൊടുക്കും, ഒരു ഉമ്മ കൊടുക്കുന്നു അദ്ദേഹം പറയുന്നു ഫ്രീ ആയിട്ട്. അല്ലാണ്ട് വിരട്ടൽ ഇങ്ങോട്ട് വേണ്ട, വളർന്ന പാർട്ടി വേറെയാണ് കേട്ടോ, ഇതാണ് അദ്ദേഹം പറഞ്ഞൊരു സാധനം. അപ്പോൾ രമേശ് ചെന്നിത്തലക്ക് രണ്ട് ഓഫർ ഉണ്ട്. ഒന്നല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് ആയങ്കിയുടെ കിസ്സും ഒരു പൊന്നാടിയും വാങ്ങിച്ച് വീട്ടിൽ വെക്കാം. ഇതല്ലാതെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് ആയങ്കിയെ പിടിച്ച് അകത്തിടാം എന്നുള്ളതാണ്. കാരണം ആയങ്കി ഇന്നലെ രമേശ് ചെന്നിത്തല നമ്മൾ ഇന്നലെ പറഞ്ഞത് പോലീസിനെതിരെയുള്ള പരസ്യ വെല്ലുവിളി വന്നപ്പോൾ തന്നെ അത് ആ പോർമുന ചെന്നെത്തുന്നത് രമേശ് ചെന്നിത്തലയിലോട്ടാണ് എന്നുള്ള സാധനം. ഇന്ന് അതും മറികടന്ന് അദ്ദേഹം നേരിട്ട് ചെന്നിത്തല പേരെടുത്ത് പരാമർശിക്കുന്നു, പറ്റുന്നുണ്ടെങ്കിൽ പിടിക്ക് എന്നുള്ള രീതിയിൽ. എങ്ങനെയാണ് സാറ് വിഷയത്തെ കാണുന്നത്? മാത്രമല്ല പണ്ട് VD സതീശൻ ഈ പറഞ്ഞ പോലെ വെല്ലുവിളി ഏറ്റെടുത്ത് വനവാസത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ, തോറ്റു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 100 സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും എന്നുള്ളത്. ഇത്തരത്തിൽ ഇത് ചെന്നിത്തലയുടെ കാര്യത്തിലോട്ട് എടുക്കുകയാണെങ്കിൽ ആരെങ്കിലും പിടിച്ചിട്ടില്ലെങ്കിൽ ചെന്നിത്തല വനവാസത്തിന് പോകേണ്ടി വരും. VD സതീശനാണോ രമേശ് ചെന്നിത്തല എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം. അതെ, ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള വനവാസ വെല്ലുവിളി ഏറ്റെടുക്കാൻ ചാൻസ് ഇല്ല, അത് പുറപ്പെടുവിക്കാനും ചാൻസ് ഇല്ല. ഇവിടെ ഒന്ന് ചെന്നിത്തല ഇത്രേ ഉള്ളൂ എന്ന് ഒന്നുകിൽ അണ്ടർ എസ്റ്റിമേറ്റ് എന്നുള്ള വാക്കാൻ ഉപയോഗിക്കാം. ചെന്നിത്തലയ്ക്ക് നല്ല പൊട്ടൻഷ്യലുണ്ട്, പക്ഷെ അത് ചില ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പ്രമാണിമാരുടെ പുറകെ നടന്നത് ആ പൊട്ടൻഷ്യൽ മുഴുവൻ കളയും. ഒരു ഫൈറ്ററായിരുന്നു, ആ ക്വാളിറ്റികൾ കളഞ്ഞു. സമുദായ നേതാക്കന്മാർ മാത്രം മതി, രാഷ്ട്രീയ പ്രവർത്തനം കാര്യമായിട്ടില്ലെങ്കിലും കുറേ ശിങ്കിടികൾ എല്ലായിടത്തും ഉണ്ടെങ്കിൽ കറക്റ്റ് എന്നുള്ള രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഇനി ചെന്നിത്തലയ്ക്ക് ഏറ്റവും വലിയ ഇന്നത്തെ കാലത്തെ ചലഞ്ച്, ഈ ചെന്നിത്തലയുടെ ചലഞ്ച് VD സതീശനും CP ജോണിനൊക്കെ ഉപകാരപ്രദമാകും. അവരിപ്പോൾ കോൺട്രവേഴ്സിയിൽ നടുക്ക് നിൽക്കുകയാണ്. വെള്ളപ്പൊക്ക സതീശൻ്റെ പ്രസ്താവനകൾ ഇതെല്ലാം കോൺട്രവേഴ്സി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ CP ജോണിൻ്റെ പ്രസ്താവനയും കോൺട്രവേഴ്സിയായി പരസ്യമായി മാപ്പ് പറയേണ്ട സിറ്റുവേഷൻ വരെ ഉണ്ടായി. ഇപ്പോൾ ആ വിഷയങ്ങളിൽ നിന്നും ആ ചർച്ചകളിൽ നിന്നും ആയങ്കിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ശരിക്കും ആയങ്കിയെ പിടിക്കുക എന്നുള്ള അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷെ അത് കേരളത്തെ ബാധിക്കുന്ന കാര്യമാണോ? ഇത്രയും വെള്ളപ്പൊക്കം ഉള്ള സമയത്ത് ഇപ്പം ഗവൺമെൻറ് പോളിസി ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പോളിസി അല്ലെ പരിപാടികളെ ഗവൺമെൻറ് മിഷനറി ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ്? വെള്ളപ്പൊക്ക ദുരിതാശ്വാസമായിട്ട് ആ വെള്ളപ്പൊക്കം തീർന്നിട്ടില്ല, ഇപ്പോഴും കണ്ടിന്യൂസ് ആണ്. അവിടെ ഫോക്കസ് ചെയ്യുന്ന അത് ജനം അറിയാതിരിക്കാനും ജനം അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാതിരിക്കാനും ഇത്തരം പ്രചരണങ്ങൾ സഹായിക്കില്ലേ? ആലോചിച്ച് നോക്ക്. ഇന്നലെ ഞാൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ VD സതീശൻ്റെ നോമിനിയാന്ന് പറഞ്ഞു. കാരണം പിണറായി വിജയൻ പലരും ചെയ്യുന്നത് പലതും ആർക്കാ ഉപകാരപ്രദമാകുന്നത്? സതീശന് ഉപകാരപ്രദമാകുക. ഇവരുടെ ശിഷ്യനാണ് ആര്? അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട, ഗാങ്ങിൽപ്പെട്ട, അല്ലെങ്കിൽ സംഘത്തിൽപ്പെട്ട എന്നാണ് കൃത്യമാണ്. സംഘയല്ല, സംഘത്തിൽപ്പെട്ട CPMൻ്റെ മഫിയ സംഘത്തിൽ, കണ്ണൂർ സംഘത്തിൽപ്പെട്ട ഒരാളാണ് ആയങ്കി. അവരെ നിയന്ത്രിക്കുന്നവരെ പിണറായി വിജയനോ അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ടവരോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് എവിടെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു? മൊത്തം നമ്മളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജനത്തെ ബാധിക്കുന്ന ഗൗരവമുള്ള പ്രശ്നമൊന്നും പറയുന്നില്ല. അത് ഇന്നലെ സതീശൻ ചോദിച്ചു, നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ല, ഏതാ PSC പരീക്ഷ, കേരളത്തിൽ നടക്കുന്ന PSC പരീക്ഷയുടെ തട്ടിപ്പിനെ കുറിച്ച് പറയാറില്ലേ? ശബരിമലയിൽ കൊണ്ടുപോയി നെയ്യ് മറിച്ച് വിറ്റതിനെ പറ്റി പറയാനില്ലേ? ഇത്തിരൊന്നും പത്രക്കാർക്ക് അറിയണ്ട. ഇങ്ങനത്തെ വിഷയങ്ങളിൽ പേഴ്സണലായിട്ട് ആരെങ്കിലും അക്യൂസേഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വൃത്തികെട്ട പണി എന്ന് വേണേൽ പറയാം. മാധ്യമങ്ങൾ തീരുമാനിക്കുന്ന ഒരു ദിവസം എന്ത് ചർച്ച ചെയ്യണം എന്നുള്ള സാധനം. കാരണം അവരാണല്ലോ ഈ വാർത്തകളെല്ലാം ജനങ്ങൾക്കിടയിലോട്ട് തള്ളിവിടുന്നത്. ഒരു ദിവസം ജനങ്ങൾ എന്ത് ചിന്തിക്കണം, അത് എങ്ങനെ ചിന്തിക്കണം, എവിടെ നിന്ന് ചിന്തിക്കണം, ഏതുവരെ ചിന്തിക്കണം എന്നുള്ളടക്കം മൊത്തം കാര്യങ്ങളും
A to Z കാര്യങ്ങൾ മാധ്യമങ്ങളാണ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് അവരാണ് ജനങ്ങളിലോട്ട് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി നിൽക്കുമ്പോൾ സതീശനെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയായിരിക്കും അത്. കാരണം ഇനി പറഞ്ഞ പോലെ പ്രതിപക്ഷത്തെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള സാധനം അവർക്ക് ഉണ്ടാവും. കാരണം പിണറായി വിജയൻ ഓൾറെഡി ഇല്ലാണ്ടായി. അപ്പോൾ ഇനി അടുത്തത് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നത് ആരാണോ. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയേണ്ട മാധ്യമ പ്രവർത്തനം കൂടി ഉണ്ട്. അതെല്ലാം ഇപ്പോഴത്തെ മാധ്യമങ്ങൾ മറക്കുന്നു എന്നുള്ളതാണ്. ഇതിലോട്ട് വരുമ്പം എനിക്ക് തോന്നുന്നു ചെന്നിത്തലക്ക് ഇദ്ദേഹത്തെ പിടിക്കാൻ പറ്റും. കാരണം ഈ അദ്ദേഹം ഈ പറയുമ്പോൾ ചെന്നിത്തലയുടെ മൂക്കിന് താഴെ എന്നിട്ട് ഈ പറയുന്നത് ചെന്നിത്തലയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. അദ്ദേഹമാണ് കേരളത്തെ ഇപ്പോൾ കൈയാളുന്നത്. മുഖ്യമന്ത്രി സതീശനാണെങ്കിൽ പോലും കേരളത്തിൻ്റെ മൊത്തം ഫോഴ്സ് എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത് അദ്ദേഹമാണ്. ആഭ്യന്തര വകുപ്പ് ഇന്റലിജൻസ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണുള്ളത്. അപ്പം കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ചെന്നിത്തല. ഇത്ര പരസ്യമായിട്ട് വെല്ലുവിളിക്കണമെങ്കിൽ അർജുൻ ആയങ്കിയുടെ ഒരു പൊട്ടൻഷ്യൽ അത് നമ്മൾ വിചാരിക്കുന്നതിലും അല്ലെങ്കിൽ അളക്കുന്നതിലും അപ്പുറമായിരിക്കും എനിക്ക് തോന്നുന്നത്. അല്ല, ആ പൊട്ടൻഷ്യൽ ആക്കുന്നതല്ല പറയുന്നത്. ഇവിടെ രമേശ് ചെന്നിത്തലയുടെ എന്തായുധമാണ് രമേശ് ചെന്നിത്തല ഉപയോഗിക്കേണ്ടത്? അതിൽ കൂടിയാണ് രമേശ് ചെന്നിത്തലയുടെ മിഷനറി ചലിക്കേണ്ടത്. പോലീസിലൂടെ, ഇവിടുത്തെ പോലീസ് സേനയിൽ കൂടിയാണ്. എത്ര പേര് കമ്മിറ്റഡ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ജോലി ഏൽപ്പിക്കാൻ പറ്റും? എല്ലായിടത്തും തിരിച്ചും മറിച്ച് ഷൗക്കത്തല്ലേ ഉള്ളൂ. വേറെ കൊള്ളാവുന്നൊരു ഉദ്യോഗസ്ഥൻ ഇതുവരെ രംഗത്തേക്ക് വന്നിട്ടില്ല. ഉണ്ടാകും ഇഷ്ടം പോലെ. അവരെയൊക്കെ ഇവർ പീഡിപ്പിച്ച് നിർത്തിയിരിക്കുക. അവരുടെ കുടുംബത്തെ വരെ പീഡിപ്പിച്ച് നിർത്തി പോലീസ് ഉദ്യോഗസ്ഥരുടെ. ഇയാൾ മാത്രമല്ല ധൈര്യം കാണിച്ചില്ല, എല്ലാവരും പുറകോട്ട് പോരും. അപ്പം അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു അറിയപ്പെടുന്ന കൺഫേർഡ് IPS കാരനാണ്, DSP ആയിട്ട് റിട്ടയർ ചെയ്തു. എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ എന്തെങ്കിലും ചോദിച്ചു, ഒരു ചെറിയ ചോദ്യം അങ്ങേരോട് ചോദിച്ചു. ഈ കാശ്മീരിലെ പോലെ ഭീകരവാദികൾ കേരളത്തിൽ വരികയും, അല്ല ഇപ്പോൾ തന്നെ ഉണ്ട്, വരികയും താൻ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ചുമതലക്കാരനാണ്, തൻ്റെ മക്കളെ തട്ടിക്കൊണ്ടുപോയിട്ട് വേറെ 2 ഭീകരവാദികളെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞാൽ കൊടുക്കുകയോ ഇല്ലയോ? ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചുള്ളൂ. ഇങ്ങനെ പറഞ്ഞ മറുപടി, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പിള്ളേരെ രക്ഷിക്കാൻ നോക്കും. അത് സ്വാഭാവികമായ മാനുഷികമായൊരു പ്രതികരണം. രക്ഷിക്കാൻ മിടുക്കൻ ഉദ്യോഗസ്ഥനാണ് കേട്ടോ, അത് വേറെ കാര്യം. നോക്കും, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം അടുത്ത മരിച്ചുപോയി. അത് തന്നെ വലിയൊരു പ്രശ്നമായത് അവിടെ. മരണം തന്നെ വിവാദമായ മരണമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചു, അങ്ങനെയാണ് ഭീകരവാദികൾ വന്നു കഴിഞ്ഞാൽ രാജ്യം പിടിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം, ഈ ഭീകരവാദികൾ വരുന്ന മരിക്കാൻ തയ്യാറായിട്ട് ചാവേറായിട്ടാണ് വരുന്നത്. അതേ മെൻറ്റാലിറ്റിയുള്ള, ചത്താലും വേണ്ടില്ല ഇവനെ പിടിച്ചിട്ടേ ഉള്ളെന്ന് മെൻറ്റാലിറ്റിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവനെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് എന്നാ പറ്റിയാലും വേണ്ടില്ല, ഭാര്യയല്ല മക്കളല്ല ആരെ പേടിപ്പിച്ചെന്ന് പറഞ്ഞാലും പേടിക്കാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്കൊരു ഭ്രാന്താണ്. മറ്റവൻ ഭ്രാന്ത് പിടിച്ചാൽ ഇങ്ങോട്ട് വരുന്നവൻ. അതിനെ നേരിടാൻ അതിനെപ്പോലെ തന്നെ ഭ്രാന്തന്മാരായ ഉദ്യോഗസ്ഥന്മാർ ഇപ്പുറമുണ്ട്. എവിടെ പോയും കയറി പിടിക്കും. അവരെ കൊണ്ടാണ് രാജ്യം അല്ലെ പോലീസ് സേന നിർണായക നിമിഷത്തിൽ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ എത്രയോ പേരെ പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ അവിടെ ചെന്ന് പിടിച്ച് എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്കാര്യത്തിൽ പരസ്പരം സഹകരിക്കും ഭീകരരെ ഒതുക്കുന്ന കാര്യത്തിൽ. കാരണം സ്വന്തം രാജ്യത്ത് ചിലപ്പോൾ ഇവന്മാർ പണി തുടങ്ങും, കാശിന് വേണ്ടി പണി തുടങ്ങും സ്വന്തം രാജ്യത്ത്. അങ്ങനെ വരുമ്പോൾ ഇവരെ ഒതുക്കേണ്ട ആവശ്യം എല്ലാ രാജ്യങ്ങൾക്കും വരും. ഇപ്പോൾ ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല, പാകിസ്ഥാൻ്റെ അവിടെ ഇത്രയും ഭീകരവാദികളെ നമ്മൾ കൊന്നു എന്ന് പറയുമ്പോൾ, അവിടെ പോയി കൊന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ സേനയുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും നടക്കുക എന്നാൽ എൻ്റെ കണക്കുകൊണ്ടില്ല. നമ്മുടെ അതുപോലെ തിരിച്ച് പാകിസ്ഥാനെ നമ്മളും സഹായിക്കുന്നുണ്ടാവും. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു. ഇതിപ്പോൾ ഇവിടെ സംഭവിച്ചതന്നെ ആരെ വെല്ലുവിളിച്ച്, ആയങ്കി എന്ന് പറഞ്ഞ ഒരുത്തനാണ് വെല്ലുവിളിക്കുന്നത്. ആയങ്കി ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു സാധാ ക്രിമിനൽ എന്ന് പറയാം. CPM-ന്റെ സ്വന്തം സഹചാരി തന്നെ പറയാനുള്ളൂ. കാരണം അദ്ദേഹം DYFIയുടെ നേതാവ് കൂടിയായിരുന്നു. പക്ഷെ CPM പറയുന്നത് അദ്ദേഹം CPM-കാരനല്ല എന്നുള്ള രീതിയിലാണ്, പാർട്ടിയുടെ ഒരു ബന്ധമില്ലാത്ത ആളാണെന്നുള്ള രീതിയിലാണ്. അല്ല, അദ്ദേഹം ലാസ്റ്റ് പറയുന്ന ഒരു സാധനമുണ്ട്, വളർന്ന പാർട്ടി വേറെയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ പാർട്ടി ഏതാണെന്നുള്ളത്. അയാൾ പറയുന്നു അയാൾ CPM-കാരനാണ് എന്നുള്ളത്. CPM-മാർ പറയുന്നു അയാൾ ഞങ്ങളുടെ പാർട്ടിക്കാരനല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ഇയാൾ ഏത് പാർട്ടിക്കാരനാണ്? അല്ല, വളർന്ന പാർട്ടി CPM ആയിരിക്കും. അത് പണ്ട് CPM-ൽ ഉണ്ടായിരുന്നു പറയും. അപ്പോൾ പിന്നെ വളർന്ന പാർട്ടി എന്ന് പറഞ്ഞ് അനവധിയത്തില്ല ഉപയോഗത്തിൽ. പക്ഷേ ആ പാരമ്പര്യം അയാൾ ഇപ്പോഴും സൂക്ഷിക്കുന്നതാണ്. പേടിയില്ലായുടെ പാരമ്പര്യം കൊല്ല, അല്ലെങ്കിൽ ശത്രുവിനെ കൊല്ലേണ്ട പാരമ്പര്യം, പോലീസിനാണെ പോലും അടിച്ചൊതുക്കി പോകേണ്ട പാരമ്പര്യം. അത് പക്ഷേ പിണറായി വിജയന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. ഇന്ന് ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സഖാക്കളുടെ എണ്ണം കുറഞ്ഞു വരും. അടി കിട്ടുമെന്നായി കഴിയുമ്പോൾ ഇത് കുറയും. ഇപ്പോൾ കാര്യം ശരിയാണ്, കൂത്തുപറമ്പ് നടന്നിരിക്കുന്ന ചെയ്യാൻ പാടില്ലാത്ത കാര്യം, പോലീസ് വെടിപ്പും സഖാക്കൾ മരിക്കുന്നു, പുഷ്പൻ കിടപ്പിലാകുന്നു. പക്ഷെ അതോടുകൂടി ആ സമരം അങ്ങ് തീരുക, സമരത്തിൻ്റെ തീവ്രത അങ്ങ് തീർന്നു. ED വന്ന് സ്വപ്ന സുരേഷിൻ്റെ ആൾക്കാരെ പിടിച്ചു കഴിയുമ്പോൾ പിന്നെ എവിടെയെങ്കിലും ED-യെ തടഞ്ഞിട്ടുണ്ട് അവർ. എന്താ കാര്യം? എന്താ ഇപ്പുറത്തുനിന്ന് റിട്ടാലിയേഷൻ, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് റിട്ടാലിയേഷൻ ഉണ്ടാകുന്ന ബോധ്യമാകുന്ന ആ സെക്കൻഡിൽ മറ്റവൻ വാലിയുരുട്ടും. അതുവരെ ഇങ്ങനെ കുറച്ച് ശൗര്യം കാണിക്കും, ആ സമയത്ത് വാലിയുരുട്ടും. സംഭവിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എടുത്തു.
ഇപ്പോൾ എന്ത് ചെയ്യുന്ന നക്സലേറ്റ് കലാപം കേരളത്തിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷൻ ആക്രമണം, എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് നടക്കാത്തത്? അപ്പോൾ ഈ ആയങ്കയുടെ ഒരു ദുസ്വപ്നം ആണത് ശരിക്കും. ആയങ്കയുടെ ഒരു മിഥ്യാസ്വപ്നമാണ്. തനിക്ക് പോലീസ് സേനയെ വകയ്ക്കാൻ പറ്റും, തനിക്ക് CPM-ൻ്റെ സഹായമുണ്ട്, വളർന്ന പാർട്ടി ഏതാണ്, ജയരാജന്മാരെ തൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ ആയങ്കിക്ക് മണ്ടത്തരം പറ്റി. ആയങ്കി സ്വയം ബലിയർപ്പിക്കാൻ തയ്യാറായിട്ടാണ് പോയിരുന്നെങ്കിൽ കൊള്ളാം. അവിടെ രക്തസാക്ഷിയെ CPM-ന് കൊടുക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാം.